ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പി സി ജോർജിനെതിരെ ആദ്യം പരാതി നൽകിയത് ഞങ്ങളാണ്. ജനുവരി 6-ാം തീയതിയാണ് ഞങ്ങൾ പരാതി നൽകുന്നത്. ജനുവരി 5-ാം തീയതി നടന്ന ചാനൽ ചർച്ചയിൽ പി സി ജോർജിൻ്റെ ഭാഗത്തുണ്ടായ വിദ്വേഷ പരാമർശത്തിൻ്റെ പേരിൽ ജനുവരി 6-ാം തീയതിയാണ് ഞങ്ങൾ പരാതി നൽകിയത്. പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞ് ഏകദേശം 10-ാം തീയതിയോടുകൂടിയാണ് അതിൽ പോലീസ് മൊഴിയെടുക്കാനും കേസെടുക്കാൻ തന്നെ തയ്യാറായത്. ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളമായി ഈ കേസിൻ്റെ പുറകെ നടക്കുന്നു. എന്നാലും ഇന്ന് നമുക്ക് അനുകൂലമായിട്ട് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കും മതേതര വിശ്വാസികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. പി സി ജോർജ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കോടതി ഇവിടെ തള്ളിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇനിയെങ്കിലും പി സി ജോർജിനെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ച് പി സി ജോർജിൻ്റെ അറസ്റ്റ് എത്രയും വേഗത്തിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നും വളരെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പ്രോസിക്യൂട്ടർ കൃത്യമായ എല്ലാ രേഖകളും തെളിവുകളും സമയാസമയങ്ങൾ കോടതിയിൽ ഹാജരാക്കിയതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ജാമ്യാപേക്ഷ തള്ളിയത്. ഇനിയിപ്പോൾ പി സി ജോർജ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ഇതിനു മുമ്പ് ഹൈക്കോടതിയിൽ സെയിം രീതിയിലുള്ള ഒരു വിദ്വേഷ പരാമർശത്തിൻ്റെ പേരിലുള്ള കേസിൻ്റെ ജാമ്യാപേക്ഷയിലുണ്ടായ ജാമ്യവ്യവസ്ഥയിലുണ്ടായ വയലേഷൻ മൂലമാണ് നിലവിൽ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ ചെന്നാലും ജാമ്യം കിട്ടുന്ന കാര്യം വളരെ ഒരു ചെറിയൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുതന്നെയാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന എല്ലാവർക്കുമുള്ള ഒരു താക്കീതായിരിക്കണം ഈ നടപടിയിലൂടെ പോലീസ് ഈ സമൂഹത്തിന് കൊടുക്കേണ്ട മെസ്സേജ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് ഈ കേസിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത്. പെട്ടെന്ന് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്താണെങ്കിലും ഞങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളോ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇനി പി സി ജോർജ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ വെച്ചാൽ പോലും ഞങ്ങൾ ഹൈക്കോടതിയിലും വക്കീലിനെ വെച്ചാണെങ്കിലും പി സി ജോർജിന് ജാമ്യാപേക്ഷ എതിർക്കാനുള്ള തീരുമാനങ്ങളാണ് പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിൻ്റെ അവസാനം വരെ ഞങ്ങൾ പി സി ജോർജിനെതിരെ നിലയുറപ്പിക്കാൻ തന്നെയാണ് യൂത്ത് ലീഗിൻ്റെ തീരുമാനം.